2025 മാർച്ച് മാസം തൃശൂർ അതിരൂപതയിലെ കുടുംബ കൂട്ടായ്മകളിൽ ചർച്ച ചെയ്യാനുള്ള വിഷയം ജൂബിലി വർഷത്തിലെ നോമ്പുകാലം എന്നുള്ളതാണ്. സാർവത്രിക സഭ ഓരോ 25 വർഷം കഴിയുമ്പോഴും ജൂബിലി വർഷം പ്രഖ്യാപിക്കുന്നു, ആഘോഷിക്കുന്നു, ആചരിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന പേരിൽ ജൂബിലി വർഷം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ. ഏതൊരു ജൂബിലി വർഷത്തെ സംബന്ധിച്ചിടത്തോളം ജൂബിലി വർഷം അടിസ്ഥാനപരമായി ജീവിത നവീകരണത്തിനുള്ള കാലഘട്ടമാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളായിരിക്കുക. എന്താണ് സർപ്പത്തിന്റെ വിവേകം? നമുക്കറിയാം, ദൈവം ജന്തുജീവജാലങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചില സ്വാഭാവിക പ്രവണതകൾ, ചില പ്രതിഭാസങ്ങൾ, അതിനെയാണ് ജന്തുജീവജാലങ്ങളുടെ വിവേകം എന്ന് പറയുന്നത്. സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം, അദ്ദേഹം 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വ്യക്തിയാണ്. തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിളിലെ മെത്രാപ്പോലിത്തയായിരുന്നു. അദ്ദേഹം ഈ തിരുവചന ഭാഗത്തിന് 3 തരത്തിലുള്ള വ്യാഖ്യാനമാണ് നൽകുന്നത്. ഒന്ന്, സർപ്പം ഈ ഭൂമിയിൽ ഇഴഞ്ഞു ജീവിക്കുന്ന ജീവിയാണ്, അതുകൊണ്ട് അതിൻ്റെ സ്കിൻ വളരെയധികം കട്ടിയുള്ളതാണ്. എന്നാൽ കുറേ കാലം ഈ ഭൂമിയിൽ ഈ സർപ്പം ഇഴഞ്ഞു ജീവിക്കുമ്പോൾ അതിൻ്റെ സ്കിൻ വളരെ നേർത്തതായിട്ട്, വളരെ സോഫ്റ്റായിട്ട് മാറുന്നു. സർപ്പം സ്വഭാവേന കാട്ടുന്നൊരു വിവേകം ഒരു ചെറിയ ദ്വാരത്തിലൂടെ തൻ്റെ ശരീരത്തെ വേദനാപൂർവം, ത്യാഗപൂർവം കടത്തിവിടുന്നു. തന്നിലുള്ള സ്കിന്ന് മുഴുവൻ പുറത്തോട്ട് കളയുന്നു. പിന്നീട് മാളത്തിനകത്ത് കുറേ നാൾ പുതിയ സ്കിൻ വരാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു. എന്താണ് ഇതിൻ്റെ ആത്മീയത? മാമോദിസായിലൂടെ, കൂദാശകളിലൂടെ, തിരുവചനത്തിലൂടെ നമുക്ക് നൽകപ്പെട്ട ആത്മീയ കവചം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെതായിട്ടുള്ള പ്രതിബന്ധങ്ങൾ, പ്രതിസന്ധികൾ, പ്രലോഭനങ്ങൾ, നമുക്ക് അസ്വാഭാവികമായിട്ട് കടന്നു വരുന്ന ചില പ്രതിസന്ധികൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, രോഗങ്ങൾ, നമ്മുടെ വ്യക്തിബന്ധങ്ങളിലെ പ്രയാസങ്ങളൊക്കെ നമ്മുടെ ആത്മീയ കവചത്തെ നഷ്ടപ്പെടുത്താനോ നേർത്തതാക്കാനോ സാധ്യതയുണ്ട്. ഈ അവസരത്തിൽ സർപ്പം കാട്ടുന്ന വിവേകം നമ്മൾ കാട്ടണം. എന്താണ്? ത്യാഗത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, നോമ്പിലൂടെ നമ്മുടെ ജീവിതത്തെ കടത്തിവിട്ട് ശാന്തമായി, സ്വസ്ഥമായി നമ്മുടെ ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ, വിചിന്തനം ചെയ്യുമ്പോൾ, മനനം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ വളർത്താനായിട്ട് സാധിക്കും. ഈ വിശുദ്ധ വർഷത്തിൽ, ജൂബിലി വർഷത്തിൽ, ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിലെല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നത് ഇതാണ്: നമ്മുടെ ജീവിത നവീകരണം. നോമ്പുകാലം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണല്ലോ. എന്താണ് സർപ്പത്തിന്റെ രണ്ടാമത്തെ വിവേകം? ഗ്രീക്ക് മിത്തോളജിയുടെ വെളിച്ചത്തിലാണ് സഭാപിതാവായ ക്രിസോസ്റ്റം ഇതിന് വ്യാഖ്യാനം നൽകുന്നത്. സർപ്പം ഇര തേടുന്ന അവസരത്തിലെ, സ്വാഭാവികമായിട്ട് ജീവിക്കുന്ന അവസരത്തിലെ ഒരിക്കലും വിഷം വമിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയില്ല. ആത്മീയ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് വിഷം വമിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭിപ്രായത്തിൽ 2-ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും വിക്ഷേപിച്ച ആ അണുബോംബിന്റെ വികിരണങ്ങൾ ഇന്നും ജനിക്കുന്ന കുട്ടികൾക്ക്, എന്നാൽ അതിനേക്കാൾ പ്രഹരശേഷിയുള്ള ബോംബാണ് ഗോസിപ്പ് എന്ന് പറയുന്നത്. ദുരാരോപണങ്ങൾ, ആധുനിക വാർത്താവിനിമയ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നതും മറ്റുള്ളവരെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നതുമൊക്കെ ഈ ഗോസിപ്പിൽ പെടുന്നതാണ്. നോമ്പുകാലം സാഹോദര്യത്തിന്റെ കാലഘട്ടമാണ്. നമ്മുടെ സാഹോദര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയുക എന്നുള്ളതാണ്. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന തൻ്റെ ലേഖനത്തിൽ മാർപ്പാപ്പ പറയുകയാണ്, ലോകത്തിന്റെ നന്മ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. നിരാശയില്ലാത്തൊരു ജീവിതം സംജാതമാകുന്നത് സഹോദരന്റെ നന്മ കാണുമ്പോൾ, ദൈവം നമുക്ക് നൽകപ്പെട്ട പ്രകൃതിയുടെ നന്മ കാണുമ്പോഴാണ് നമുക്ക് പ്രത്യാശയുടെ ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നത്. എന്താണ് സർപ്പത്തിന്റെ മൂന്നാമത്തെ വിവേകം? സാധാരണ രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക്, മുറിയിലേക്ക് ഒരു പാമ്പ് വന്നാൽ അതിനെ കൊല്ലണമെങ്കിൽ നമ്മുടെ കാരണന്മാർ പറയും അതിൻ്റെ തലയ്ക്കടിക്കണമെന്ന് പറയും. എന്നാൽ സർപ്പം സ്വഭാവേന കാട്ടുന്ന വിവേകം അതിൻ്റെ തല നമുക്ക് തരില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും. എന്താണ് സർപ്പത്തിന്റെ തല? സഭാപിതാവായ ക്രിസോസ്റ്റം അതിന് നൽകുന്ന വ്യാഖ്യാനം, തല എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും, മരണം തന്നെ നമ്മുടെ മുൻപിൽ ഉണ്ടായാലും നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. നോമ്പുകാലം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതും ദൈവവുമായുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കുക എന്നുള്ളതാണല്ലോ. ജൂബിലി വർഷത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ലോഗോ നോമ്പുകാലത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നതാണ്. പ്രത്യക്ഷത്തിൽ നമ്മൾ ഈ ലോഗോയിൽ കാണുന്നത് 4 മനുഷ്യരെ കുറിച്ചാണ്. ആ 4 മനുഷ്യരും വർണ്ണങ്ങളാൽ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. അവർ സാഹോദര്യത്തോടെ ഒന്നു ചേർന്ന് നിൽക്കുകയാണ്. അവരുടെ മുൻപിൽ കുരിശുണ്ട്. ആ കുരിശിനെ ലക്ഷ്യമാക്കി അവർ സാഹോദര്യത്തിൽ ജീവിക്കുകയാണ്. നോമ്പുകാലം സാഹോദര്യത്തിൽ ജീവിക്കാൻ, സാഹോദര്യം പുനർജീവിപ്പിക്കാനുള്ള ഒരവസരമാണ്. സ്വന്തം കുരിശ് വഹിച്ചുകൊണ്ട്
കുരിശ് ലക്ഷ്യമാക്കി ജീവിക്കുകയാണ് നോമ്പുകാലത്തിൻ്റെ ലക്ഷ്യം എന്ന് നമുക്കറിയാം. നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത ഈശോയാണ് നോമ്പുകാലത്തിലെ ചർച്ചാ വിഷയം. പ്രതീക്ഷയുടെ തീർത്ഥാടനത്തിലും നമ്മുടെ മുൻപിലെ ക്രൂശിതനായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് എന്നുള്ളതും നമുക്ക് വിസ്മരിക്കാതിരിക്കാം. ഈ മനുഷ്യർ യാത്ര ചെയ്യുന്നത് തിരുമാലകൾക്ക് മുകളിലാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മുകളിൽ കുരിശും പിടിച്ചുകൊണ്ടാണ് ആധുനിക സമൂഹം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ കുരിശിന്റെ അടിവശം നങ്കൂരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കപ്പലുകൾ കൊടുങ്കാറ്റിൽ ആടി ഉലയുന്ന അവസരത്തിൽ അവരെ പിടിച്ചു നിർത്തുന്നതാണ് കപ്പലിലെ പ്രതീക്ഷയായ നങ്കൂരം. നമ്മുടെ നങ്കൂരം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ ജൂബിലി വർഷത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. ജൂബിലി വർഷത്തിൽ, പ്രത്യേകിച്ച് നോമ്പ് കാലത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് മാർപ്പാപ്പ നമ്മോട് ആവശ്യപ്പെടുന്നു നല്ലൊരു കുമ്പസാരം നടത്തുക എന്നുള്ളതാണ്. അനുരഞ്ജന കൂദാശ ജൂബിലിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ആത്മീയ ചര്യയാണ്. ആത്മാർത്ഥമായിട്ട് കുമ്പസാരിക്കാൻ, ദൈവത്തോട്, സഹോദരങ്ങളോട്, നമ്മോട് തന്നെ അനുരഞ്ജനപ്പെടാൻ നമുക്ക് സാധിക്കട്ടെ. രണ്ടാമതായിട്ട് മാർപ്പാപ്പ നമ്മോട് ആവശ്യപ്പെടുന്നത് തീർത്ഥാടനങ്ങൾ നടത്താനാണ്. തീർത്ഥാടനങ്ങൾ നടത്താൻ നമുക്കുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യസ്ഥാനം നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിൽ തുറക്കപ്പെട്ട വിശുദ്ധ കവാടം, നമ്മുടെ ബസിലിക്കയിൽ തുറക്കപ്പെട്ട വിശുദ്ധ കവാടം, വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ തോമാസ് ലീഹായാൽ സ്ഥാപിതമായ പാലയൂരിൻ്റെ തീർത്ഥകേന്ദ്രത്തിൽ തുറക്കപ്പെട്ട വിശ്വാസ കവാടത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കണം. മൂന്നാമതായി, ജൂബിലി വർഷത്തിലെ നോമ്പുകാലം നമുക്ക് കാരുണ്യ ഭവനങ്ങൾ സന്ദർശിക്കുന്ന ഒരു അവസരമായിട്ട് മാറണമെന്നുള്ളതാണ്. ചുരുക്കത്തിൽ നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു 3 ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഒന്ന്, അനുരഞ്ജന കൂദാശ ഈ ആധുനിക കാലഘട്ടത്തിൽ അതിൻ്റെ ചൈതന്യത്തിൽ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നോമ്പുകാലങ്ങളിൽ, പ്രത്യേകിച്ച് വിശുദ്ധ വാരങ്ങളിൽ നമ്മൾ കുമ്പസാരക്കൂട്ടിന് മുമ്പിൽ നിൽക്കുന്ന നീണ്ട ക്യൂ ആത്മാർത്ഥമായിട്ട് വളരെ വ്യക്തിപരമായി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാനും വൈദികരിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും ഉചിതമായിട്ടുള്ളതാണോ? നമ്മുടെ കുട്ടികളും യുവാക്കളും ഇന്ന് അനുരഞ്ജന കൂദാശയ്ക്ക് അണയുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർ തോമാസ് ലീഹായുടെ പാദസ്പർശനത്താൽ ധന്യമായ പാലയൂരിൻ്റെ മണ്ണിലേക്ക് ഉള്ള തീർത്ഥാടന യാത്ര കഴിഞ്ഞ 27 വർഷമായിട്ട് നമ്മൾ നടത്തുകയാണ്. ഈ വർഷം 28ാമത്തെ തീർത്ഥാടനമാണ്, ജൂബിലി വർഷത്തിലെ തീർത്ഥാടനം. ഇതിൽ നമ്മുടെ കുടുംബ കൂട്ടായ്മകൾക്ക് എങ്ങനെ പങ്കെടുക്കാൻ സാധിക്കും? മൂന്നാമത്തെ ചോദ്യം, നമ്മുടെ അതിരൂപതയുടെ ചരിത്രത്തിൽ വളരെ പ്രത്യേകിച്ച് പാവങ്ങളുടെ പിതാവായ മാർ ജോസഫ് കുണ്ടുകുളം പിതാവിനാൽ സ്ഥാപിതമായ ഒത്തിരിയേറെ കാരുണ്യ ഭവനങ്ങളുണ്ട്. നമ്മൾ ആ കാരുണ്യ ഭവനങ്ങൾ സന്ദർശിക്കാൻ ഏതെങ്കിലും അവസരത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എന്നാൽ ഈ ജൂബിലി വർഷം കുടുംബ കൂട്ടായ്മകൾ ഒരുമിച്ച് കാരുണ്യ ഭവനങ്ങൾ സന്ദർശിക്കാനുള്ളൊരു അവസരമാണ്. അതിരൂപത നേരിട്ട് നടത്തുന്ന കാരുണ്യ ഭവനങ്ങൾ മാത്രമല്ല, നമ്മുടെ സന്യാസ വൈദികർ, നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ ബഹുമാനപ്പെട്ട സന്യാസ സഹോദരങ്ങൾ നടത്തുന്ന കാരുണ്യ ഭവനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ, അവിടെ സന്ദർശിക്കാൻ, അവിടുത്തെ അന്തേവാസികളെ ആശ്വസിപ്പിക്കാൻ കഴിയുമെങ്കിൽ സാമ്പത്തികമായ രീതിയിൽ അവരെ സഹായിക്കാൻ നമ്മുടെ കുടുംബ കൂട്ടായ്മകൾക്ക് സാധിക്കുമോ? ചുരുക്കത്തിൽ മാർപ്പാപ്പ നമ്മളോട് പറയുന്നു, വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്താണ് ഒരു ക്രൈസ്തവന്റെ പ്രത്യാശ? അവൻ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും അതുപോലെ അങ്ങ് സംഭവിക്കുന്നതാണോ? അല്ല. ദോഷത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും രോഗത്തിലാണെങ്കിലും അനാരോഗ്യത്തിലാണെങ്കിലും സമ്പത്തിലാണെങ്കിലും ദാരിദ്ര്യത്തിലാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അതാണ് ക്രിസ്തീയ പ്രത്യാശ. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രത്യാശ ക്രിസ്തുവാണ്. ഈ പ്രതീക്ഷയുടെ തീർത്ഥാടന വർഷത്തിൽ, ഈ നോമ്പ് കാലഘട്ടത്തിൽ ക്രിസ്തു നമ്മുടെ പ്രത്യാശയാകട്ടെ. നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത ഈശോയുടെ പ്രത്യാശ അനുഗ്രഹപൂർണമാകട്ടെ.